സ്കൂളിനെ കുറിച്ച് നമുക്ക് മോശമായ അഭിപ്രായമൊന്നുമില്ല, നല്ല സ്കൂളൊക്കെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അധ്യാപകൻ ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടെയുള്ള മറ്റ് അധ്യാപകർക്ക് അറിയണമായിരുന്നു ഇത്തരത്തിൽ ഒരു വൈകൃതമുള്ള ഒരാളാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അതിന് തിരിച്ചറിയാൻ കഴിയാതെ പോയത് അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും വലിയ വീഴ്ചയാണ്. സ്കൂളിലെ മാനേജറും അതുപോലെ തന്നെ ടീച്ചറും പറഞ്ഞത്, ഞങ്ങൾ ഈ വിഷയം 18-ാം തീയതിയാണ് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞ ഉടനെ നടപടി എടുത്ത് പുറത്താക്കി എന്നാണ് പറഞ്ഞത്. PTA പ്രസിഡന്റ് പോലും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് 2 ദിവസം മുമ്പാണ്, ഞങ്ങൾ ഈ PTA പ്രസിഡന്റ് എന്ന രീതിയിൽ പറഞ്ഞ ആൾ പറഞ്ഞത് 2 ദിവസം മുമ്പാണ് ഈ വാർത്ത അറിഞ്ഞത്. അധ്യാപനെ കുറിച്ച് കുട്ടികൾക്ക് വലിയൊരു പ്രതീക്ഷയാണ്. കാരണം എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറിയ ആളാണ്. പക്ഷേ ആ പെരുമാറ്റം വേറെ തരത്തിലാണെന്നുള്ളത് അറിയാൻ കുട്ടികൾക്ക് ആരും കഴിഞ്ഞില്ല. വലിയവർക്ക് കഴിയുന്നില്ല, പിന്നെ കുട്ടികൾ കഴിയില്ലല്ലോ സ്വാഭാവികമായിട്ടും. അതിന് ആ തരത്തില് വലിയൊരു വിഷമത്തിലാണ്, ഷോക്കിലാണ് ഞങ്ങൾ പേരൻസ് എല്ലാവരും ഉള്ളത്. വിശ്വാസം തന്നെ നഷ്ടപ്പെട്ട പോലെ ആയിപ്പോയി. കാരണം ഇവര് എല്ലാം കൂടി നമ്മൾക്ക് നേരത്തെ ഒരു വാക്ക് അറിയിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ MPTA പ്രസിഡന്റിനും ആർക്കും ഒന്നും അറിയില്ല. അപ്പൊ നമുക്ക് ഇനി എങ്ങനെ തുടർന്ന് മക്കളെ ഇവിടെ വിടുക എന്നുള്ളൊരു വിശ്വാസക്കുറവ് വന്നുപോയി. മാനേജ്മെന്റിന്റെ ഭാഗത്ത് വളരെ വീഴ്ച തന്നെയാണ് പറ്റിയിരിക്കുന്നത്. ഗൂഗിൾ VS വിവരങ്ങളുമായിട്ടുണ്ട്. ഗൂഗിൾ, വളരെ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് രക്ഷിതാക്കൾ പറയുന്നത്? ഈ അധ്യാപകനെതിരായ നടപടി എങ്ങനെ പോകുന്നു? എന്തൊക്കെയാണ് വിവരം? വളരെ ഗുരുതരമായ വിഷയമാണ് ഈ അധ്യാപകനെതിരെ രക്ഷിതാക്കൾ പറയുന്നത്. കാരണം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ ഈ അധ്യാപകനെ പറഞ്ഞു വിട്ടു. അതിനപ്പുറത്തേക്ക് എന്താണ് ഉണ്ടായതെന്നോ ഈ സംഭവത്തിന്റെ കാരണം എന്താണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ രക്ഷിതാക്കളെ, അതായത് PTA പ്രസിഡന്റിനെ പോലും അറിയിച്ചില്ല എന്നുള്ളതാണ് രക്ഷിതാക്കൾ പറയുന്നത്. മാത്രവുമല്ല, 1 മാസത്തോളം ഈ പരാതി മറച്ചു വെച്ചു. പരാതി ലഭിക്കുന്നത് കഴിഞ്ഞ മാസമാണ്. അതിനുശേഷം ഈ സംഭവം നടക്കുന്നത് 2 ദിവസം മുൻപ് മാത്രമാണ് പരാതി നൽകിയത്. അപ്പോൾ ഇത്രയും ദിവസം, ഏകദേശം 1 മാസത്തോളം കാലം ഈ പരാതി സ്കൂൾ അധികൃതർ മറച്ചു വെച്ച് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ഗുരുതരമായുള്ള ആരോപണങ്ങളാണ് രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ നടപടി വേണമെന്നും എന്താണ് സംഭവം ഉണ്ടായതെന്ന് ഈ മാനേജ്മെന്റ് അധികൃതർ വിശദീകരിക്കണമെന്നും കൂടുതൽ കാര്യങ്ങൾ, അതായത് ഇനി മറ്റു കുട്ടികൾ കൂടി ഇതിന് ഇരയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നൊക്കെയാണ് ഏതായാലും ഈ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം. ശരി. ഗൂഗിൾ VS ആണ് വിവരങ്ങൾ നൽകിയത്. രക്ഷിതാക്കളുടെ വളരെ വലിയ ആശങ്കയാണ് ഇപ്പോൾ അവർ പ്രകടിപ്പിച്ചത്.